15 വർഷത്തെ മമതയുടെ ഭരണത്തിൽ ബംഗാളിലെ ജനങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടു എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ജനങ്ങൾ തൃണമൂൽ നേതാക്കളെ ഇപ്പോൾ ഓടിച്ചിട്ട് ബംഗാളിൽ അടിക്കുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി മമതയും ഇങ്ങനെ തന്നെ അടിക്കുമെന്ന് ജനങ്ങൾ ഒരു സാമ്പിൾ കാണിച്ചു കൊടുത്തത് മമതയുടെ അനന്തരവനായ അഭിഷേക് ബാനർജിയുടെ അടുത്തായിരുന്നു. ഗുരുതര പരിക്കിലാണ് അഭിഷേക് ബാനർജി ഇപ്പോൾ ആശുപത്രിയിൽ കിടക്കുന്നത്. തൃണമൂൽ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജിയുടെ എന്ന പേരിൽ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിരിക്കുകയാണ്. അതൊരു വിവാദത്തിലേക്ക് പശ്ചിമബംഗാളിലേക്ക് പോവുകയാണ്. കൊൽക്കത്തയിലെ ഒരു സ്വകാര്യ ആശുപത്രി സിഇഒയെ മമത ഭീഷണിപ്പെടുത്തുന്നു എന്ന പേരിലാണ് ഓഡിയോ ക്ലിപ്പ് പുറത്തുവന്നത്. കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ട തൃണമൂൽ എംപിയും മമതയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജി ചികിത്സ തേടി ബെല്ലേവ്യൂ ആശുപത്രിയുടെ സിഇഒ പ്രദീപ് ധണ്ടനെയാണ് മമത ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. അഭിഷേകിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ BJP നേതാക്കളും പോലീസും ആശുപത്രി അധികൃതരെ ഭീഷണിപ്പെടുത്തുന്നതായി മമത നേരത്തെ ആരോപിച്ചിരുന്നു. ഈ ആരോപണത്തിന് പിന്നാലെയാണ് മമത ആശുപത്രി സിഇഒയെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ആരോപിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവന്നത്. മമതയുടേതെന്ന് കരുതുന്ന ഓഡിയോ ക്ലിപ്പിൽ രൂക്ഷമായ ഭാഷയിലാണ് അവർ ആശുപത്രി സിഇഒയോട് സംസാരിക്കുന്നത്. അതായത് ആ ക്ലിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്: ക്ഷമിക്കണം മിസ്റ്റർ ടണ്ടൻ, നിങ്ങളൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് മമത സംസാരിച്ചു തുടങ്ങുന്നത്. ഞങ്ങൾ നിങ്ങൾക്കായി ചെയ്ത സഹായങ്ങളെല്ലാം ദയവായി ഓർക്കണം. ദൈവം നിങ്ങളോട് ക്ഷമിക്കില്ല. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നാണമില്ലേ? എല്ലാവരും നിങ്ങളുടെ അഹങ്കാരം ഓർക്കും. BJP ആണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. എന്നാൽ നാളെ കേന്ദ്ര സർക്കാർ ഉണ്ടാവില്ല. കേന്ദ്ര സർക്കാർ ഇല്ലാത്ത ഒരു ദിവസം വരും. അന്ന് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്നാണ് മമത ആ ഓഡിയോ ക്ലിപ്പിൽ ആശുപത്രി സിഇഒയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചത്. കഴിഞ്ഞ ദിവസം സോനാർപൂരിൽ വെച്ചാണ് അഭിഷേക് ബാനർജിക്ക് നേരെ ആക്രമണമുണ്ടായത്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉണ്ടായ ആക്രമണ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ട തൃണമൂൽ പ്രവർത്തകന്റെ വീട് സന്ദർശിക്കാൻ പോകുന്നതിനിടെയാണ് MP ആയ അഭിഷേകിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് അതിക്രൂരമായി മർദ്ദിച്ചത്. അഭിഷേക് ബാനർജിക്ക് നേരെ കല്ലുകളും ചീമുട്ടകളും വലിച്ചെറിഞ്ഞ ആക്രമികൾ കള്ളൻ എന്ന് ഒച്ചത്തിൽ വിളിക്കുകയാണ് ചെയ്തത്. ക്രിക്കറ്റ് ഹെൽമറ്റ് ഉൾപ്പെടെ ധരിച്ചാണ് അഭിഷേക് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നാലെ കൂടുതൽ പോലീസ് എത്തി ഇദ്ദേഹത്തെ സുരക്ഷിതനാക്കുകയായിരുന്നു. അഭിഷേക് ബാനർജിയെ ആക്രമിച്ചത് BJP പ്രവർത്തകനാണ് എന്നാണ് തൃണമൂലിന്റെ ആരോപണം. ആക്രമണം ആസൂത്രിതമാണെന്നും തൃണമൂൽ ആരോപിക്കുന്നുണ്ട്. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് വരുന്നത് അവിടുത്തെ ജനങ്ങൾ തന്നെ അഭിഷേകിനെ ഓടിച്ചിട്ട് അടിക്കുകയും തലയിൽ കൂടെ മുട്ട എടുത്ത് പൊട്ടിച്ചു ഒഴുകുകയൊക്കെ ചെയ്യുന്ന കാഴ്ചയാണ് കണ്ടത്. ആക്രമണത്തിന് പിന്നാലെ കൊൽക്കത്തയിലെ അപ്പോളോ ആശുപത്രിയിലാണ് അഭിഷേകിനെ പ്രവേശിപ്പിച്ചത്. പിന്നീട് ബെല്ലേവ്യൂ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. എന്നാൽ നില ഗുരുതരമായിട്ടും അഭിഷേകിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് BJPയും പോലീസും ആശുപത്രി അധികൃതരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് എന്നാണ് മമതയുടെ ആരോപണം. ഇതിന് പിന്നാലെയാണ് ആശുപത്രി സിഇഒയെ മമത ഭീഷണിപ്പെടുത്തി എന്ന പേരിൽ ഓഡിയോ ക്ലിപ്പും പുറത്തുവന്നത്. ആക്രമണത്തിനിരയായ അഭിഷേകിന്റെ നില ഗുരുതരമാണ് എന്നാണ് മമതാ ബാനർജി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ശരീരത്തിൽ രക്തം കട്ട പിടിച്ചിട്ടുണ്ട്. ആദ്യം അപ്പോളോ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് ബെല്ലേവ്യൂ ആശുപത്രിയിലേക്ക് മാറ്റി. തീവ്രപരിചരണ ഭാഗത്തിൽ പ്രവേശിപ്പിച്ച അഭിഷേകിന് 3D സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി വരികയാണ്. എന്നാൽ BJP നേതാക്കളും പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറും അഭിഷേകിനെ ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കാൻ ഭീഷണിപ്പെടുത്തുകയാണ് എന്നാണ് മമതയുടെ ആരോപണം. നില ഗുരുതരമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ തീവ്ര പരിചരണ ഭാഗത്തിൽ പ്രവേശിപ്പിച്ചതെന്നും മമത ചോദിക്കുന്നുണ്ട്. എന്നാലും അഭിഷേക് ബാനർജിക്ക് എതിരെ കേസുകൾ നിലവിലുണ്ട്. ഏകദേശം ഒരു 19ഓളം കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആശുപത്രിയിൽ ഇറങ്ങുന്ന മുറയ്ക്ക് അറസ്റ്റും ചോദ്യം ചെയ്യലും ഉൾപ്പെടെ ഉണ്ടാകുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ.